ഇനി ഇതിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇവർ പറയുന്ന ഡിമാൻഡുകളാണ്. അപ്പോൾ നമ്മൾ ഈ സമരം പരിഹരിക്കപ്പെടുന്നത് എങ്ങനെയാണ്, സമ്മർദ്ദത്തിലാക്കി ചെയ്യാമോ, തെരഞ്ഞെടുപ്പ് വരുന്നതുകൊണ്ട് വഴങ്ങുമോ, നിയമനിർമ്മാണത്തിലേക്ക് പോകുമോ എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മളിതിൽ ഏറ്റവും പ്രധാനമായിട്ട് കാണേണ്ടത് ഇവരുടെ ഡിമാൻഡാണ്. ആ ഡിമാൻഡ് എത്രത്തോളം ഒരു ജനാധിപത്യ സർക്കാരിന് അല്ലെങ്കിൽ ഒരു സാമ്പത്തിക സുരക്ഷിതത്വവും ഭക്ഷ്യസുരക്ഷിതത്വവും ഉറപ്പാക്കേണ്ടുന്ന ഒരു സർക്കാരിന് നടപ്പാക്കാൻ കഴിയും എന്നുള്ളതാണ് പ്രശ്നം. ഇപ്പോൾ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായത്തിൽ എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ ഒരു എക്കണോമിക് പ്രിൻസിപ്പിൾ കൂടി ആയിരിക്കാനുള്ള സാധ്യതയുമുണ്ട്. മാർക്കറ്റ് ലിങ്ക്ഡായിട്ട് വേരിയേഷൻ വരുന്ന പ്രൈസുള്ള ഒരു വസ്തുവിനും ഒരു സ്ഥിരവില ഗ്യാരണ്ടി നൽകുക എന്ന് പറയുന്നത് ഉചിതമായിട്ടുള്ള ഒരു കാര്യമല്ല. ഇപ്പോൾ താങ്ങുവില നൽകുക എന്ന് പറയുന്നതിന് കേവലം കർഷകരെ സംരക്ഷിക്കുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശം മാത്രമല്ല ഉള്ളത്. രാജ്യത്തിൻ്റെ ഭക്ഷ്യസുരക്ഷിതത്വം ഉറപ്പാക്കുക, സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പുവരുത്തിക്കൊണ്ട് ഭക്ഷ്യസുരക്ഷിതത്വത്തിലേക്ക് പോവുക എന്നിങ്ങനെയുള്ള കുറേ ഇൻഹറൻറ്റ് പ്രിൻസിപ്പിൾസ് കൂടിയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്കിവിടെ CAPC എന്ന് പറയുന്ന ഒരു സംവിധാനം പണ്ട് മുതൽ തന്നെ ഉള്ളതും ഈ CAPC ഇത്തരത്തിലുള്ള ഏതൊക്കെ ക്രോപ്പുകൾക്കാണ് നമ്മൾ താങ്ങുവില നൽകേണ്ടത്, ആ താങ്ങുവില എങ്ങനെയാണ് പരിഷ്കരിക്കേണ്ടത്. ഇപ്പോൾ പരിഷ്കരിക്കുന്നത് തന്നെ നമുക്കറിയാം, വർഷത്തിൽ 2 തവണ പരിഷ്കരിക്കുന്നുണ്ട്. ഇപ്പോൾ വന്ന് 23 വിളകൾക്ക് താങ്ങുവില നൽകുന്നുണ്ട്. അതിൽ തന്നെ ചില നാണ്യവിളകൾ, നമ്മളെ ഭക്ഷ്യവിളകളല്ലാത്ത ഇപ്പോൾ പരുത്തി പോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മളത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ലിങ്ക് ചെയ്യുന്നത് എന്തിൻ്റെ പേരിലാണ്? ആഭ്യന്തരമായിട്ടുള്ള വിപണിയിലെ വില ഇതിൻ്റെ ഒരു ഘടകമാണ്. മറ്റൊന്ന്, ഇതിൻ്റെയൊക്കെ ലഭ്യത എത്രത്തോളമുണ്ട്, അതിൻ്റെ ചെലവ് അല്ലെങ്കിൽ ഉപഭോഗം എത്രത്തോളമുണ്ട്, ഈ സംഭരണത്തിൻ്റെ ആവശ്യകത, ശ്രീ വിനു തന്നെ പറഞ്ഞതുപോലെ സ്റ്റോറേജ് കപ്പാസിറ്റി എത്രയാണ്, അതേപോലെ ഇത് കയറ്റുമതി ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യം എന്താണ്, തന്നെയല്ല ഭക്ഷ്യമേഖലയുമായി ബന്ധപ്പെട്ട് സർക്കാർ നൽകുന്ന ഈ ബജറ്ററി അലവൻസ് എത്രയാണ്. അപ്പോൾ ഈ അലൊക്കേഷൻസ് എല്ലാം ചേർന്നുകൊണ്ടാണ് ഈ താങ്ങുവില എന്ന് പറയുന്നത് തീരുമാനിക്കുന്നത്. അപ്പോൾ ഈ താങ്ങുവില എന്ന് പറയുന്നത് നിയമപ്രകാരമുള്ള ഒരു ഗ്യാരണ്ടി വില അല്ലാത്തതുകൊണ്ട് ഈ താങ്ങുവില കൂടുതലുള്ള ഒരു വിള ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൂടുതലായിട്ട് കൃഷി ചെയ്തുകൊണ്ട് അമിത ലാഭം ഉണ്ടാക്കാനായിട്ട് കർഷകർക്ക് കഴിയില്ല. ഇപ്പോൾ ഈ ഒരു വർഷത്തിൽ 2 തവണ അത് റിവൈസ് ചെയ്യപ്പെടും എന്ന് പറയുന്നത് കൊണ്ട്, ഇപ്പോൾ നെല്ലിനാണ് ഏറ്റവും കൂടുതൽ താങ്ങുവില ഉള്ളതെങ്കിൽ ഗോതമ്പ് കൃഷി നടത്തിക്കൊണ്ടിരുന്ന ഒരാളിന് പെട്ടെന്ന് അത് നിർത്തിയിട്ട് വളരെ ലാർജ് സ്കെയിലിൽ നെല്ല് കൃഷിയിലേക്ക് പോകാനായിട്ട് കഴിയില്ല. കാരണം ഇതിൻ്റെ ഉപഭോഗം കൂടുതലാണ്, അതിനനുസരിച്ചുള്ള യൂസ് ഇല്ല, സ്റ്റോറേജ് കുറവാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ ഫ്ലക്ച്വേഷൻസ് ഉണ്ടാകാനായിട്ട് പറ്റും ഈ MSPയിൽ. അപ്പോൾ എന്ത് പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ കൂടുതൽ ലാഭം കിട്ടുന്ന മറ്റ് വിളകളിലേക്കൊക്കെ തന്നെ പോകേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാകും. കാരണം ഈ പറയുന്നത് പോലെ ഈ CAPC എന്ന് പറയുന്ന ബോഡി ഇത് സംഭരണശേഷിയും മറ്റ് പല കാര്യങ്ങളും മാർക്കറ്റ് ലിങ്ക് പ്രൈസും അന്താരാഷ്ട്ര വിപണിയും ഒക്കെ നോക്കിയിട്ട് ഇത് ഓരോ തവണയും ഇങ്ങനെ പുനർനിർണ്ണയിക്കുന്നതുകൊണ്ടാണ്. പക്ഷേ ഇവർ പറയുന്ന ഒരു നിയമപ്രകാരം അതിനൊരു ലീഗൽ ഗ്യാരണ്ടി ആയിട്ട് ഒരു നിയമം ഉണ്ടാകണമെന്ന് പറയുന്ന സമയത്ത് എന്താണ് ഇതിൽ സംഭവിക്കുക എന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് കൂടുതലായിട്ട് വില കിട്ടുന്ന ചില വിളകളുണ്ടെന്ന് കരുതിക്കും. ഇപ്പോൾ നെല്ലിന് സപ്പോസ് ഒരു 2500 രൂപയാണ് ക്വിൻ്റലിന് എന്ന് കരുതുക. അപ്പോൾ അങ്ങനെ വരികയാണ് എങ്കിൽ 2000 രൂപ മാത്രമേ ഗോതമ്പിനുള്ളുവെങ്കിൽ കൂടുതലായിട്ട് ആൾക്കാർ ഇപ്പോൾ നെല്ല് കൃഷി ചെയ്യാനായിട്ട്, കാരണം അതാണ് കൂടുതൽ ലാഭകരം, എത്ര ഉണ്ടാക്കിയാലും സർക്കാർ വാങ്ങും, കാരണം അത് ലീഗൽ പ്രോമിസാണ് എന്ന് വെച്ചിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ ഒന്ന് ഈ കാർഷിക രീതി തന്നെ മാറിപ്പോവുക എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഈ ക്രോപ്സിൻ്റെ രീതി എന്താണ്, കൃഷിയുടെ രീതി എന്നുള്ളത് മാറിപ്പോകും. 2, നമ്മുടെ നാട്ടിൽ ആവശ്യമുള്ള രീതിയിലത്തേക്കുള്ള വെറൈറ്റി ഓഫ് ക്രോപ്സ് കിട്ടാതിരിക്കാനുള്ള ഒരു സാധ്യത ഇവിടെയുണ്ട്. 3, ഇത് എക്സസ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യും. എക്സസ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം, ഇപ്പോൾ തന്നെ ഈ FCയുടെയും മറ്റും ഗോഡൗണുകളിലൊക്കെ തന്നെ ഇത് ചെലവഴിക്കാൻ പറ്റാതെ അവിടെ കിടന്നിട്ട് ചീത്തയായി പോകുന്നു എന്ന രീതിയിലുള്ള പരാതിയുണ്ട്. അപ്പോൾ സർക്കാർ ഇതെല്ലാം തന്നെ വാങ്ങി അവിടെ സംഭരിച്ച് വെക്കുകയാണ്. ആവശ്യമെന്നുള്ളത് നോക്കാതെ, ഇതിങ്ങനെ മതിയായ സംഭരണശേഷി ഉണ്ടോ എന്ന് നോക്കാതെ ഇങ്ങനെ വാങ്ങിക്കൂട്ടി അങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഇത് ഉപയോഗശൂന്യമായി പോകാനുള്ള ഒരു റിസ്ക് പോലും പരിഗണിക്കാനായിട്ട് സർക്കാരിന് കഴിയുന്നില്ല. ഈ കർഷകരായിട്ടുള്ള ആൾക്കാർ അമിത ലാഭമാണ് ആരെങ്കിലും നോക്കുന്നതെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അതവരുടെ കൺസേണുമല്ല. ഇനി ഇത് കയറ്റുമതി ചെയ്യാമെന്ന് കരുതുക. കയറ്റുമതി ചെയ്യുന്ന സമയത്തും എന്തായിരിക്കും, ഇപ്പോൾ അന്താരാഷ്ട്ര വിപണിയിൽ വില എത്രയാണെങ്കിലും അതിനേക്കാൾ കുറവായിട്ടുള്ള വിലയാണെങ്കിൽ മാത്രമേ നമുക്കിവിടെ കോമ്പറ്റേറ്റീവ് പ്രൈസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്കിപ്പോൾ ഈ പറഞ്ഞതുപോലെ ക്വിൻ്റലിന് 2500 രൂപയ്ക്കാണ് സംഭരിക്കുന്നതെങ്കിൽ ഇതിനെ എക്സ്പോർട്ട് ചെയ്യുന്നതിന് മറ്റ് ചിലവുകളുണ്ട്. ആ ചിലവുകൾ വരുന്ന സമയത്ത് മറ്റേതെങ്കിലും ഒരു രാജ്യത്ത് നിന്ന് വരുന്ന അരിക്ക് 1800 രൂപ ഒരു ക്വിൻ്റലിനുള്ളൂ എങ്കിൽ എന്ത് ചെയ്യും? അപ്പം നമ്മുടെ നാട്ടിൽ ഇത് ചിലവാവില്ല, ഇവിടെ കെട്ടിക്കിടക്കും, ഇത് കയറ്റി അയക്കാനായിട്ട് പറ്റില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഹോൾ എക്കണോമിക്സാണ് പോകുന്നത്. അത് കർഷകരെ മാത്രം ബാധിക്കുന്ന ഒരു പ്രശ്നമല്ല. കോമ്പറ്റേറ്റീവായിട്ടുള്ള ഒരു പ്രൈസ് അവിടെ കൊടുക്കാൻ കഴിയാത്തത് കൊണ്ട് ഇതിന് യാതൊരു വിധത്തിലുള്ള വിപണി മൂല്യവും ഇല്ലാതിരിക്കുകയും നേരെ മറിച്ച് സർക്കാർ ഇങ്ങനെ നമ്മുടെ പൊതുഖജനാവിൽ വരുന്ന പണം ഇങ്ങനെ കൃത്യമായിട്ടുള്ള ബജറ്ററി അലൊക്കേഷൻ കൊടുത്തുകൊണ്ട് ഇത് വാങ്ങിക്കൂട്ടുകയും ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട്.